എന്താണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്? അല്ല നിങ്ങൾക്ക് രാജിവെച്ച് പോകേണ്ടി വരികയാണ്, എന്താണ് പറയാനുള്ളത്? ഓക്കെ വിട്ടോ 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 വിടട്ടെ വിട്ടെ പോട്ടെ 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 പോട്ടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ, അമ്മ മൊത്തത്തിൽ പൊളിച്ചങ്ങ് അടുക്കി, മൊത്തം അപരാധങ്ങളൊന്ന് തീർന്നു. ആർക്കും ഒരു പരാതിയില്ല, ഇപ്പം ആർക്കും ഒരു വർഗീയതയും കാണിക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കേസ് വരുന്നുണ്ട്. അത് പിന്നെ ഇപ്പൊ നമുക്ക് ആ രാജിവെച്ചതിന്റെ കുറച്ച് രാജിവെച്ച ആൾക്കാർ ആരാണെന്നും രാജിവെച്ചത് എന്തിനാണെന്നും അവരെ കൊണ്ട് എന്തൊക്കെ പറ്റി, എന്തൊക്കെ പറ്റത്തില്ല, എന്തൊക്കെ പറ്റാതെ വരും എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് അമ്മയുടെ പ്രസിഡന്റിലേക്കൊന്ന് ഞൊഴിഞ്ഞിറങ്ങാം. പ്രസിഡന്റ് എവിടെ? പ്രസിഡന്റ് എവിടെ? ഇവിടെ ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാം. നല്ല കാര്യം, നല്ല കാര്യം. ആവശ്യമില്ലാത്ത പണി ഒരിക്കലും ഏറ്റെടുക്കാൻ പോകരുത്, അത്രയേ ഉള്ളൂ. ഈ ഒരു അൻസിബയുടെ കേസ്, ടിനി ടോമിന്റെ അൻസിബയുടെ കേസ് വന്നപ്പോ നിങ്ങൾ എന്തൊക്കെ താളങ്ങൾ ആദ്യമായി വിട്ടോണ്ടിരുന്നത്? എന്തൊക്കെ താളങ്ങളാ! നിങ്ങൾ ഒരു കൈയും കണക്കും ഇല്ല. നിങ്ങൾക്കൊരു നിങ്ങൾക്കത് എന്താ പറയണ്ടേന്ന് പോലും, എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഒന്നും അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ഒരുമാതിരി ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആദ്യമേ അമ്മയില് ഈ ഒരു അൻസിബയുടെ കേസ് വന്നപ്പോഴത്തേന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ എന്തായി? അതിനകത്തങ്ങും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ലാസ്റ്റ് നിങ്ങളെയൊക്കെ കൈയൊക്കെ ഇതൊക്കെ തന്നെയുള്ളൂ, രാജിവെച്ചിട്ട് പോവുക. ബാക്കി പറ, കേക്കട്ടെ. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി, കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു നമ്മളുടെ. അജണ്ടയായിരിക്കും. കുറ്റാരോപിതമായിട്ടുള്ള ആൾക്കാരെ കയ്യിലോട്ട് പോകാനാണെങ്കിലേ നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്ത്? സത്യം പറഞ്ഞ നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്ത്? നിങ്ങൾ നോക്കിയപ്പോ കറക്റ്റ് ആണ്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, എല്ലാവരും പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതണക്കുള്ള അപരാധങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് അതിനകത്ത്. ബാക്കിയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതിനകത്ത് ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ എന്തോ ഈ കിടന്ന് കാണിക്കുന്നതെന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലായി? രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു, പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ, ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ, ഒരു അറിവുമില്ലാതെ, കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, വീണ്ടും നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് കറക്റ്റാണ്. നിങ്ങളല്ലേ പറയുന്നത് ഈ അമ്മ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി സംഘടനയാണ്, നിങ്ങളെ ഈ പഴയ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്, പഴയ സിനിമാ പ്രവർത്തകർക്കൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറുണ്ട്. ഇപ്പൊ എന്തോ പറ്റി? അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ? നിങ്ങൾക്ക് തന്നെ ഒരു പണി കിട്ടിയപ്പോഴത്തേന്, നിങ്ങൾ ഒരു ആരോപിത ആയപ്പോഴത്തേന് നിങ്ങൾക്കത് മനസ്സിലായോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്? നിങ്ങൾ തന്നെ ഇരുന്ന് കുറ്റം പറയുമ്പോഴേ നിങ്ങൾ വലിയ രീതിയിൽ ഈ പ്രസിഡന്റ് എന്നും പറഞ്ഞ് നടന്നിട്ട് നിങ്ങൾ വലിയ രീതിയിൽ വലിയ ഷോ ഓഫും കാണിച്ച് അതിനകത്ത് നടന്ന് ഇപ്പൊ ഏതാണ്ട് മലമറിക്കാന്നുള്ള രീതിയിലൊക്കെ ഓരോന്ന് ചെയ്ത് കാണിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെയായി. ഇനിയിപ്പോ അവിടെ ഒന്ന് മെഴുകിട്ടോ, അല്ലെങ്കിൽ ഹി റാൻ അവേ, ട്രഷറർ ഓടിപ്പോയി, ഇവ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടങ്ങ് ഒരു കാര്യമില്ല. ഈ സംഭവം ഇതിപ്പോ ഇത്രയും വഷളാവാൻ കാര്യവും പിന്നെ നിങ്ങൾ ഇത്രയും പേര് രാജിവെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ആ അൻസിബയുടെ ടിനി ടോമിന്റെ കാര്യം മര്യാദയ്ക്ക് ഇതിനു മുമ്പ് മര്യാദയ്ക്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളായിരുന്നു.
ആദ്യമേ തന്നെ അൻസിബ ഇതുപോലുള്ള കേസുകളും ഇതിനൊക്കെയുള്ള കുറ്റങ്ങളും ഇതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ സംഘടനയ്ക്ക് നിങ്ങൾ എന്താ പറയാ സംഘടനയ്ക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ തീർക്കണമെന്ന് എന്ത് പറ്റി നിങ്ങളെ കയ്യിൽ നിന്നില്ല. അതാണ് സംഭവം. എന്തായാലും സംഭവം ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ മനസ്സിലായി. ഇതും കൊണ്ട് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒരു വിവാദങ്ങൾ വരുമ്പം വലിയൊരു വിവാദം ഉണ്ടാവുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ഒരു സംഘടന മാത്രമാണ് അമ്മ എന്ന് പറയുന്നത്. AMM എന്ന് പറയുന്ന ഒരു സംഘടന. അത് മാത്രമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ആവത്തുള്ളൂ. ഇനി പുതുതായിട്ട് വരുന്ന ആൾക്കാർ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന കുറച്ച് മാന്യമര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ കണ്ടൊന്നും ഒരു പരിപാടിയും നടക്കത്തില്ല. അത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. സെപ്റ്റംബർ 1 തൊട്ടുള്ള നമ്മൾ വന്നില്ല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റ് ആണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അമ്മ രാജിവെച്ചു. നിങ്ങൾ എന്ത് കാര്യം നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഈ അൻസിബയുടെ ഒരു കേസ് വന്നപ്പോഴത്തേന് നിങ്ങൾ എന്തെങ്കിലും കാര്യം തുറന്നു പറയാനുണ്ടോ? നിങ്ങൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ചാരിറ്റി സംഘടനയാണ്. അത് മാത്രമല്ല സംഘടനക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സംഘടനക്കകത്ത് മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് നിങ്ങളിപ്പോ രാജിവെച്ച്? നിങ്ങളെ കയ്യിൽ നിൽക്കുന്ന കേസല്ലെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. സംഭവം അന്നേരം മനസ്സിലാക്കിയാൽ മതി. ഈ അൻസിബയും ടിനി ടോമും തമ്മിലുള്ള വിഷയം ഒരു കാരണവശാലും ഒരു കള്ളത്തരോ എന്നുള്ള രീതിയിലല്ല. കാരണം ടിനി ടോമിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ടിനി ടോം നേരത്തെ കുറെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല ഇതേപോലെ ജാതി മത വർഗീയതയൊക്കെ വെച്ചിട്ട് ഈ അമ്മ സംഘടന കൊണ്ടുവന്നത് നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘടന അല്ലത്. നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു ജാതി മത വർഗീയതയൊക്കെ വെച്ചിട്ടും പിന്നെ ഇങ്ങനത്തുള്ള പിന്നെ ഇതേപോലുള്ള അവിഹിതം പറഞ്ഞുണ്ടാക്കുന്ന രീതിയൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ബാബുരാജേട്ടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ്. കുറ്റാരോപിതരുടെ കയ്യിലേക്ക് വീണ്ടും ഇട്ടെറിഞ്ഞു എന്ന് പറഞ്ഞ് ശ്വേത പറഞ്ഞു പോയത്. ശ്വേതയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. നമ്മളോട് പറഞ്ഞു തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. നത്തിങ് ടു ഡു വിത്ത് അമ്മ ഇപ്പൊ എന്തായി? നത്തിങ് ടു ഡു വിത്ത് അമ്മ ശ്വേതാ മേനോനല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? ശ്വേതാ മേനോന്റെ കൈ പോലെ നിൽക്കുന്ന കേസല്ലെന്ന് ശ്വേതാ മേനോനെ മനസ്സിലായി. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കാര്യവിവരങ്ങളും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാ നടന്നതെന്നും ഈ ടിനി ടോം എന്തൊക്കെയാ ചെയ്തതെന്നും നല്ല രീതിയിൽ മനസ്സിലായി. ആ ഒരു പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയും പേര് രാജിവെച്ചത്. 1-2 പേരെന്നല്ല, കുറെ ആൾക്കാർ അതിനകത്ത് നിന്ന് രാജിവെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഒരു ആരോപണം വന്നതിന്റെ പേരിലല്ല. ഇവരെ കയ്യിൽ നിൽക്കുന്നില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സംഭവം എല്ലാം സത്യമാണ് എന്നുള്ള രീതിയിൽ തെളിഞ്ഞപ്പോഴത്തേന് ഇവര് രാജിവെച്ചു. അത് തന്നെ സംഭവം. അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട് ഒരു ബെഞ്ച് ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതെ, ഈ കപടമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേന് ഈ ഒരാൾ ഒറ്റയ്ക്ക് ക്രൈം ചെയ്ത ഒരാൾ മാത്രം ഏറ്റെടുത്താൽ മതി. 1, 2, 3, 4, 5 ഈ 5 പേരും ഒരേ ക്രൈം തന്നെ ഒരേ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ ഒരു 5 പേരും ഒറ്റ ബെഞ്ചിൽ തന്നെ ഇരിക്കത്തുള്ളൂ. ഒറ്റ ക്രൈം ചെയ്തേക്കുന്ന ഈ 5 പേരാണെങ്കിൽ ആ ഒരു 5 പേര് മാത്രമേ ഈ ഒരു ക്രൈമിന്റെ ആരോപണം വരുത്തുള്ളൂ. അപ്പൊ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. ക്രൈം ചെയ്ത ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിരിക്കും. ഒരേ രീതിയിലുള്ള ക്രൈം ചെയ്ത് ഒരേ കണക്കുള്ള ഓരോ പരിപാടികളും എല്ലാം ചെയ്തിരുന്നു. ഒരേ കണക്കുള്ള കാര്യവിവരങ്ങളാണ് ഇവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ കുക്കുവും ശ്വേതാ മേനോനും ഒരുമിച്ച് ഒരേ ബെഞ്ചിരുന്നെന്ന് ഈ ബാബുരാജേട്ടൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ടിനി ടോമിന് നമുക്ക് എന്താ പറയാനുള്ളത് നോക്കാം. വാതൊന്നും വല്ലതും പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാന്നേ. ടിനി ടോം അവിടെ വെൽക്കം ചെയ്യാം. ടിനി ടോം ഇതരാവോ? എന്നാണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്.
നിങ്ങൾക്ക് രാജിവെച്ച് പോകേണ്ടി വരികയാണ്, എന്താണ് പറയാനുള്ളത്? ഓക്കെ വിട്ടെ പോട്ടെ. ആശാൻ ഒന്നും പറയില്ല. അതിന്റെ ഇടയ്ക്കൂടെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട് വിട്ടോ പോട്ട് ഒന്നും പറയില്ല. പുള്ളിക്ക് കാര്യം മനസ്സിലായി, ജനങ്ങൾക്കും കാര്യം മനസ്സിലായി, നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഞാൻ വീണ്ടും പറയുവാണ്, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ഒരു സംഘടനയാണ് ഈ സിനിമാക്കാരുടെ സംഘടനയാണ് AMM എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന. നത്തിങ് ടു ഡു വിത്ത് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ആയിട്ടൊക്കെ ശ്വേതാമേനോൻ വന്നു. ഇപ്പൊ എന്ത് പറ്റി രമണ? ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. ആദ്യം മുതലേ ഞങ്ങൾ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. വലിയ ഡയലോഗ് ഒക്കെ ഇറക്കി ഇപ്പൊ ഏതാണ്ടെങ്കിൽ മല മറിക്കാന്ന് പറഞ്ഞ് ഇരുന്ന ഒരു പരിപാടി നടന്നില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വലിയ ഡയലോഗ് അടിച്ച വേറൊരു ടീമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് 1-2 പേരൊന്നും അല്ല. ഈ അൻസിബയുടെ കേസിലും ഈ ടിനി ടോമിന്റെ ഈ അൻസിബയുടെ കേസിൽ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരെല്ലാം രാജിവെച്ചിട്ടുണ്ട്. കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരെല്ലാം ഇപ്പൊ ഇല്ല. ആ ഒരു പുതിയ കമ്മിറ്റി ഇപ്പോഴത്തെ അല്ല, ആ ഒരു അന്നേരം ഇരുന്ന കമ്മിറ്റി മൊത്തം പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ അമ്മ എല്ലാ വർഷവും ഓരോരോ കമ്മിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കണക്കുള്ള വിവാദങ്ങൾ വരുമ്പോൾ മാത്രം ഈ കമ്മിറ്റി എല്ലാം മാറുന്നത്. കാരണം അവരെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റത്തില്ലടാ, അതുകൊണ്ട് മാത്രമാണ് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരിങ്ങനെ എസ്കേപ്പ് ആവുന്നത്. എസ്കേപ്പ് എന്നു പറയാം, അതിന്റെ പേരാണ് റിസൈൻ. അപ്പം അന്ന് വലിയ ഡയലോഗ് അടിച്ച ഒരു ചേച്ചി ഉണ്ട് ഇതിനകത്ത്. ആ ചേച്ചിയുടെ പോസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ചേച്ചിയുടെ വേറെ വീഡിയോ ഒക്കെ ഉണ്ടേ, വേണമെങ്കിൽ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ലക്ഷ്മി പ്രിയ ഭയങ്കരമായിട്ട് കുടുംബ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ ഇരുന്ന് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും, ഫോണിനകത്ത് അത് വരുന്നു, ഫോണിനകത്ത് ഇത് വരുന്നു, എന്റെ ഹസ്ബൻഡിനോട് അതാണ് ഇതാണ് വാടയാണ് കോടയാണ് ചപ്പാണ് ചവറാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നാളെ ലക്ഷ്മി പ്രിയ അമ്മയിൽ നിന്ന് രാജിവെച്ചു. വികാരഭരിതമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം എന്താണെന്ന്. ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. എന്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നത് എങ്കിൽ എന്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്. ചിരിക്കട്ടെ, ഒരുത്തരും വരരുത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒട്ടുമേ വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്. ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരുന്നത് നന്ദി. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? അന്ന് ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഈ രാജിവെച്ച ആൾക്കാരൊന്നും പറഞ്ഞ ഈ അൻസിബയുടെ കേസിൽ പറഞ്ഞ ഡയലോഗ് ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഏതാണ്ട് തിരിച്ചടിക്കുന്ന രീതിയിൽ കുറ്റങ്ങളൊന്നും നമ്മളെ തലയെ വരരുത്, നമ്മളെ ഇതോട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അൻസിബയിലാണ് തെറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ലക്ഷ്മി പ്രിയ. ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതിനകത്ത് ഭയങ്കര ഡയലോഗുകളായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തുള്ള ഇതാണ് ഇവരെയൊക്കെ കുഴപ്പം. ഇനി എനിക്ക് ഈ സംഘടനയിൽ പറയാനുള്ളത്, ഈ അതായത് ഇപ്പോൾ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോവേണ്ടി വന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന സമയത്ത് പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ എൻ്റെ റിക്വസ്റ്റാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒഫീഷ്യലി വിളിക്കുക എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന നീതിപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. ആ ന്യായപരമായിട്ടുള്ള ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇനി വരുന്ന ഭരണസമിതി ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇല്ല, ഇതിനകത്ത് തന്നെ ആ പോയ ആൾക്കാരെ തിരിച്ചു വിളിച്ചാലും ശരി, ഇതിനകത്ത് കുറെ ആൾക്കാർ, പഴയ ആൾക്കാർ, ഇങ്ങനെ കുറെ സ്ലീപ്പർ സെൻസുകൾ ഇതിനകത്തുണ്ട്. കുറെ പഴയ ആൾക്കാർ സ്ലീപ്പർ സെൻസ് ആയിട്ട് ഇങ്ങനെ ജാതി, മതം, വർഗീയത എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെ തിരിച്ചു വന്നാല് ഇവരെ ഈ ഒരു കണ്ണി മാത്രമേ കാണുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഈ അമ്മ സംഘടന. തിരിച്ചു വിളിച്ചവര് വരുന്നെങ്കിൽ വരട്ടെ, ഓക്കെ, വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ എന്നാലും ഇതിനകത്ത് സ്ലീപ്പർ സെൻസുകളായിട്ട് കുറെ ആൾക്കാര്, ഈ സിനിമാ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. ഇനി വരുന്നത് നല്ല രീതിയിൽ ഇനി വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ സംഘടന കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നുണ്ട്.
എന്തായാലും നല്ലോണം പോട്ടെ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഹൈപ്പ് ബട്ടൺ ഒന്ന് അടിച്ചു വിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.